കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിൽ വിനോദസഞ്ചാരിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായി. അത്ഭുതകരമായിട്ടാണ് മലയാളിയായ വിനോദസഞ്ചാരി രക്ഷപ്പെട്ടത്. ആനയുടെ കാലുകൾക്കിടയിൽ പെട്ടുപോയി എന്നാണ് ലഭിക്കുന്ന വിവരം. ആദ്യം ആ ദൃശ്യമൊന്ന് കാണാം. അത് ഭയങ്കര സംഭവമായി കേട്ടോ. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുകയാണ്. വല്ലാത്ത അത്ഭുതകരമായ രക്ഷപ്പെടൽ തന്നെയാണ് മലയാളി സഞ്ചാരിക്ക് ഉണ്ടായത്. കാര്യം ആനയുടെ കാൽക്കീഴിൽ പെട്ടുപോയിട്ടും ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടെന്നാണോ നിഖിൽ വാർത്ത? ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായും അദ്ദേഹം അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലിന് തന്നെയാണ് വിധേയമായിട്ടുള്ളത്. ഇപ്പോൾ കർണാടകയിലെ മാധ്യമങ്ങളൊക്കെ ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അതിന് തലക്കെട്ട് കൊടുക്കുന്നത് റിയൽ ലൈഫും എന്നുള്ളതാണ്. ഇത് നമുക്കറിയാം, വനമേഖലയാണ്. ഇവിടെ സഞ്ചാരികൾക്ക് അതിലൂടെ കടന്നു പോകാൻ എന്ന് മാത്രമേ അനുവാദമുള്ളൂ. അതിനപ്പുറത്തേക്ക് റോഡിൽ നിൽക്കാനോ ഒന്നും തന്നെ അനുവാദമില്ലാത്ത പാതയാണ്. അവിടെയാണ് ഇത്തരത്തിൽ, എന്തിനാണ് അദ്ദേഹം പുറത്തിറങ്ങിയത് എന്നറിയില്ല. എന്തായാലും റീല് ചിത്രീകരിക്കാൻ എന്നൊക്കെയാണ് കർണാടകയിലെ മാധ്യമങ്ങൾ പറയുന്നത്. എന്തായാലും അങ്ങനെ അനുവാദമില്ലാത്തൊരിടത്ത് വനമേഖലയിൽ ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവത്തിന് അവിടെയുള്ള ആളുകൾക്ക് ദൃക്സാക്ഷിയാകേണ്ടി വന്നത്. ഒരു നിമിഷം ഒരുപക്ഷെ ആ ആന പിൻവാങ്ങിയില്ലായിരുന്നുവെങ്കിൽ അതൊരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയതിന്, കൺമുന്നിൽ ഒരു ജീവൻ ഇല്ലാതാകുന്ന കാഴ്ചയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന സഞ്ചാരികൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ആന ഈ റോഡിന് ചേർന്ന മേഖലയിലൂടെ കടന്നു പോകുന്നത്, അതിലൂടെ നടന്നു വരുന്നതായിരുന്ന സഞ്ചാരിക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആനയുടെ കാലിനരികിൽ വരെ ഈ സഞ്ചാരി എത്തിയെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ആന തന്നെ പെട്ടെന്ന് പിൻവലിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം വനംവകുപ്പ് ഇയാൾക്കെതിരെ സഞ്ചാരിക്കെതിരെ കേസെടുത്തേക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അപ്പോഴും നമുക്ക് വിഷമകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അതൊരു മലയാളിയാണ് എന്നുള്ള വിവരം കൂടിയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. എവിടെയുള്ള ആളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരുന്നേ ഉള്ളൂ. എന്തായാലും ഇയാൾ ഇപ്പോൾ ചികിത്സയിലാണ്. അതായത് അദ്ദേഹത്തിന് പ്രാഥമികമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സ്കെയിൻ. ഓക്കെ, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇയാളുടെ റീൽ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ് മാധ്യമങ്ങളിൽ കർണാടകത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അക്ഷന്തവ്യമായ അപരാധമാണ്. പ്രത്യേകിച്ച് ഈ വനമേഖലയിലുള്ള ഒരു റോഡിൽ ഇങ്ങനെ ഒരു കാട്ടുമൃഗത്തെ റീലിലൂടെ ചിത്രീകരിക്കാൻ നടക്കുന്ന ശ്രമം, ഈ റീല് ഇങ്ങനെയൊക്കെ വളരെ സാഹസികമായി ചിത്രീകരിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഒരു 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 ഡേഞ്ചറസ് സിഗ്നൽ ആകട്ടെ. കാര്യം കണ്ണൊന്ന് തെറ്റിയാൽ, ചിലപ്പോൾ കാലൊന്ന് പിശകിയാൽ ജീവൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ജീവൻ നഷ്ടപ്പെടുത്തി റീൽ ചിത്രീകരിക്കുക. റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്നവർ മനസ്സിലാക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.